നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളവും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ CITU കൊടകര പ്രോജക്ട് സമ്മേളനം നടന്നു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം. വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കലാഭവൻ മണിക്ക് ജന്മനാട്ടിൽ സ്മാരകമുയരുന്നു. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ് 316ന്റെ സപ്തദിന ക്യാമ്പ് കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ തുടങ്ങി. വാർത്തകൾ വിശദമായി. പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളവും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രീ സ്കൂൾ കുട്ടികളുടെ വിവിധ ശേഷി വികാസങ്ങൾക്കായി 13 ഇടങ്ങളോടുകൂടി തയ്യാറാക്കിയതാണ് പദ്ധതി. നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK ചന്ദ്രൻ മുഖ്യാതിഥിയായി. തൃശൂർ DPC ഡോക്ടർ NJ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി. കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VK മുകുന്ദൻ, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, 19ാം വാർഡ് മെമ്പർ MM ഗോപാലൻ, PTA പ്രസിഡന്റ് രാഖി AR, MPTA പ്രസിഡന്റ് ലിൻസി സനിൽ, CRCC ജൂണി തോമസ്, വികസന സമിതി അംഗങ്ങളായ ഗോപി നിശാശ്ശേരി, ബൈജു MM, പ്രീ പ്രൈമറി അധ്യാപിക KG സന്ധ്യ, സ്കൂൾ ലീഡർ കുമാരി വൈഗ, പ്രധാന അധ്യാപകൻ R ശ്രീകുമാർ, സീനിയർ അധ്യാപിക NT സോഫിയ എന്നിവർ സംസാരിച്ചു. വർണ്ണക്കൂടാരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. എല്ലാ സൗകര്യങ്ങളും കൂടി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഔപചാരികമായി ഈ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഈ മുറികളിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഈ നേരത്തെ പറഞ്ഞ വർണ്ണക്കൂടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ തീം പാർക്കിൽ എത്തിയപ്പോൾ വീണ്ടും ഒന്ന് പ്രീ പ്രൈമറിയിൽ പഠിച്ചാലോ 1ാം ക്ലാസ്സിൽ ഒന്ന് ചേർന്നാലോ എന്നൊരു തോന്നലാണ് സത്യത്തിൽ നമുക്കൊക്കെ ഉണ്ടാവുക. അപ്പോൾ വളരെ സന്തോഷം. ഞങ്ങളിവിടെ വരുന്ന സമയത്ത് നമ്മളുടെ സ്കൂള് വളരെ ശോചനീയമായൊരു സ്ഥിതിവിശേഷത്തിലായിരുന്നു. അതിനുശേഷം നമ്മളുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ സ്കൂളിന് സർക്കാരിൻ്റെ 1 കോടി രൂപ ലഭ്യമാവുകയും പിന്നീട് ഈ ഭരണസമിതിയുടെ കാലത്താണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത്. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ CITU കൊടകര പ്രോജക്ട് സമ്മേളനം നടന്നു. CPIM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ സമ്മേളനം CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രത്യേക ഉത്തരവിന്റെ ഭാഗമായി നിയമിക്കപ്പെടുന്ന വിഭാഗമാണ് സ്കീം വർക്കേഴ്സ്. അപ്പോൾ നിങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്ന സ്കീം വർക്കേഴ്സിൽ പെടുന്ന ആരൊക്കെയുള്ള ആശാ വർക്കർമാരുണ്ട്, പാചക തൊഴിലാളികളുണ്ട്, പിന്നെ ആരുള്ള സിജി പ്രദീപ് അധ്യക്ഷയായി. യൂണിയൻ സെക്രട്ടറി UG വാസന്തി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി MS പ്രേമലത സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CITU ഏരിയ ട്രഷറർ PC ഉമേഷ്, കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ MK മോഹനൻ, ഗ്രീഷ അനിലൻ, ബിന്ദു KC, PA അനിത എന്നിവർ സംസാരിച്ചു. സമ്മേളനം ബിന്ദു ഷാബു പ്രസിഡന്റായും സെക്രട്ടറിയായി ഷീബ NK, ട്രഷററായി രമ്യ രാജ് എന്നിവരെയും തിരഞ്ഞെടുത്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം. ചാലക്കുടിയിൽ നടന്ന തൃശൂർ ജില്ലയിലെ സമാപന പരിപാടി മുൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും AICC അംഗവുമായ ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും സാഹസ് യാത്രയ്ക്ക് വലിയ സ്വീകരണമാണ് നൽകിയത്.
കോടശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ് ചാലക്കുടിയിൽ സമാപിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ഇന്ദിര ബാബു അധ്യക്ഷത വഹിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, മുൻ MP രമ്യ ഹരിദാസ്, മുൻ MLA MP വിൻസെന്റ്, KPCC മെമ്പർ ഷോൺ പല്ലിശ്ശേരി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, സംസ്ഥാന നേതാക്കളായ ജയലക്ഷ്മി ദത്തൻ, രാജലക്ഷ്മി കുറുമത്ത്, പ്രേമ അനിൽകുമാർ, ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജിതി രാജൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ സൂസി സുനിൽ, ഷിഫ സന്തോഷ്, ലീന ഡേവിസ്, സുനന്ദ നാരായണൻ, പ്രനില ഗിരീശൻ, ലാലി ജെയിംസ്, ഷീന ഹരിദാസ്, ഷീന ചന്ദ്രൻ, ബിന്ദു കുമാരൻ, റെജി തോമസ്, മേരി നളൻ, മുൻ ചെയർമാൻമാരായ VO പൈലപ്പൻ, എബി ജോർജ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MT ഡേവിസ്, K ജെയിംസ് പോൾ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് നിന്ന് ആരംഭിച്ച മഹിളാ കോൺഗ്രസിന്റെ സാഹസ് യാത്രയുടെ ജില്ലാ പര്യടനം സമാപിക്കുമ്പോൾ മറ്റു ജില്ലകളെക്കാൾ എല്ലാ അർത്ഥത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃശൂർ ജില്ലയ്ക്ക് ഫുൾ A+ ആണ് നൽകുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ പറഞ്ഞു. പരിപാടികൾ വിജയമാക്കിയ നേതാക്കളെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ ഉപഹാരം നൽകി ആദരിച്ചു. അന്ന് വരെ ഇന്ദിരാ പ്രിയദർശിനി 1983 മഹിളാ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകുന്നതുവരെ കോൺഗ്രസിന്റെ വനിതകൾ തങ്ങളുടേതല്ലാത്ത ഹെഡ്ലൈൻസ് ഇല്ലാതെ കോൺഗ്രസിന്റെ ഒപ്പം പ്രവർത്തിച്ചു പോകുന്നതായിരുന്നു. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ കൈക്കുഞ്ഞുമായി കൽത്തുറങ്ങിലേക്ക് പോയ ആളുകൾ ഉൾപ്പെടെ രവി കുട്ടിമാളമ്മയുടെ അടക്കമുള്ള ധീരദേശാഭിമാനികൾ കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ പൈതൃകത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുന്ന ധീര വനിതകളാണ്. വേളയിൽ ഒരു വലിയ പ്രസംഗത്തിന് മുതിരുന്നില്ല. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മഹിളാ സാഹസയാത്ര ചാലക്കുടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ കോടശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലൂടെയും കടന്ന് ചാലക്കുടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ മഹിളാ കോൺഗ്രസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ്, മനസ്സ് നിറഞ്ഞുകൊണ്ടാണ്, ഏറ്റവും വലിയ സംതൃപ്തിയോടുകൂടിയാണ്, ഏറ്റവും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഈ 23-ാം തീയതി മുതൽ ഈ ദിവസം വരെ 13-ാം തീയതി മുതൽ 23-ാം തീയതി വരെ ഈ യാത്രയുമായി തൃശ്ശൂരിലൂടെ കടന്ന് ഇന്നിവിടെ ചാലക്കുടിയിൽ എത്തി നിൽക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും തൃശ്ശൂരിനോട്, തൃശ്ശൂരിൻ്റെ കോൺഗ്രസ് നേതാക്കളോട്. വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കലാഭവൻ മണിക്ക് ജന്മനാട്ടിൽ സ്മാരകമുയരുന്നു. കലാഭവൻ മണി സ്മാരകത്തിന്റെ ശിലാസ്ഥാപനം നഗരസഭ രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ വെച്ച് 27-ാം തീയതി രാവിലെ 10 മണിക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. 6000-ഓളം ചതുരശ്രടി വിസ്തീർണമുള്ള സ്മാരകത്തിന് 3 കോടി രൂപ സർക്കാർ അനുവദിച്ചു. ഉദ്ഘാടന യോഗത്തിൽ MP ബെന്നി ബഹന്നാൻ മുഖ്യാതിഥിയായിരിക്കും. ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി AV അജയകുമാർ, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, ഡോക്ടർ RLV രാമചന്ദ്രൻ തുടങ്ങിയ പ്രമുഖർക്കൊപ്പം കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. ചാലക്കുടിയിലെയും വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന കലാകാരന്മാർ കലാഭവൻ മണിക്ക് നാടൻ പാട്ടിലൂടെ ആദരമർപ്പിക്കും. ചെണ്ടവാദനത്തിൽ പുതിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന കുമാരി സംവേദയെ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ് എന്നിവർ പങ്കെടുത്തു. നിർമ്മിക്കാനായിട്ട് 2017 സംസ്ഥാന ഗവൺമെൻറ് തീരുമാനമെടുത്തത്. ആ സ്വപ്നം ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ ആഗ്രഹമാണ് കലാഭവന്റെ സ്മാരകം. ആ സ്വപ്നത്തിന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ 27-ാം തീയതി കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ് 316-ന്റെ സപ്തദിന ക്യാമ്പ് കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ NSS പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ഫിനാൻസ് ഡയറക്ടർ ഫാദർ അനിൽ പുതുശ്ശേരി അധ്യക്ഷനായി. കൊടകര ASI സജു പൗലോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിവ്യ ഷാജു, വാർഡ് മെമ്പർ CBCD, SMC ചെയർമാൻ CM ബബീഷ്, NSS പ്രോഗ്രാം ഓഫീസർ വിജയ് CU, വോളണ്ടിയർ സെക്രട്ടറി എഡ്വിൻ വർഗീസ് എന്നിവർ സംസാരിച്ചു.
പ്രവേശനോത്സവത്തിന്റെ മുന്നോടിയായി വിദ്യാലയത്തിന്റെ വിവിധ നവീകരണ പ്രവർത്തനങ്ങൾ ക്യാമ്പ് ലക്ഷ്യമിടുന്നു. മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു തന്നവരാണ്. അപ്പോൾ ഏറ്റവും കൊടകര ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കൂടിയാണ് സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ NSS ടീം. മറ്റു സുഹൃത്തുക്കളും അധ്യാപകരും ഒക്കെ തന്നെ. അതുപോലെ തന്നെ നമ്മുടെ KVUPSലെ AI കുട്ടിക്ക് രൂപകൽപ്പന നൽകുകയും ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പുതിയതായി ആധുനിക രീതിയിൽ നവീകരിച്ച ബ്ലഡ് ബാങ്കിന്റെയും സ്റ്റോറേജ് സെന്ററിന്റെയും നവീകരിച്ച ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിന്റെയും ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഓൺലൈനായി നിർവഹിച്ചു. ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിന് ഡയറക്ടർ ഡോക്ടർ ആൻഡ്രു ആലപ്പാടൻ പദ്ധതി വിശദീകരിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, വാർഡ് കൌൺസിലർ തോമസ് മാളിയേക്കൽ എന്നിവർ പ്രസംഗിച്ചു. സെന്റ് ജെയിംസ് ആശുപത്രി പ്രസിഡന്റ് മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ സ്വാഗതവും അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ നവീൻ ഊക്കൻ നന്ദിയും അറിയിച്ചു. തുടർന്ന് സെന്റ് ജെയിംസ് കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഉണ്ടായിരുന്നു. ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് ബ്ലഡ് സ്റ്റോറേജ് സംവിധാനത്തിന്റെയും നവീകരിച്ച നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് സന്തോഷം അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഹോസ്പിറ്റൽ അതിരപ്പള്ളി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലെ അതിസാധാരണക്കാരായ ജനങ്ങൾക്കും ഏറെ പ്രയോജനപ്രദമാണ് എന്ന് പറയുന്നതിൽ അങ്ങേയറ്റത്തെ അഭിമാനവും ആഹ്ലാദവും ഉണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓരോ വർഷവും പുതിയ പുതിയ കാലത്തിനനുസൃതമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നവീകരിച്ച OP ബ്ലോക്കിൻ്റെയും അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിൻ്റെയും ഒക്കെ ഉദ്ഘാടനത്തോടെ നടക്കുകയാണ്. ദേശീയപാത 66-ൽ മണത്തല ഭാഗത്ത് നിർമ്മാണത്തിലിരുന്ന ഫ്ളൈഓവറിന്റെ അപ്രോച്ച് റോഡിൽ വിള്ളൽ രൂപപ്പെട്ടത് പരിശോധിക്കാൻ ജില്ലാ കളക്ടർ നിയോഗിച്ച സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടും വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗവും പൊതുമരാമത്ത് വകുപ്പിന്റെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗവും തയ്യാറാക്കിയ നിർമ്മാണ പ്രവൃത്തിയുടെ സാങ്കേതിക റിപ്പോർട്ടും ദേശീയപാത അധികൃതർക്ക് കൈമാറി. റോഡിന്റെ എക്സിറ്റ് എൻട്രി ഭാഗങ്ങളിലുള്ള അടിഞ്ഞുകൂടിയ കൺസ്ട്രക്ഷൻ വേസ്റ്റ് അടക്കമുള്ള തടസ്സങ്ങൾ നീക്കാൻ നിർദ്ദേശം നൽകി. ഫ്ളൈഓവറിന്റെ വിള്ളലിന്റെ പണിക്കിടെ ടാർ വീണ വീട്ടുകാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കണമെന്നും നിർദ്ദേശം നൽകി. മഴക്കാല മുന്നൊരുക്കം വിലയിരുത്താൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ദേശീയപാത 66 കടന്നുപോകുന്ന ചാവക്കാട് കൊടുങ്ങല്ലൂർ താലൂക്ക് പരിധിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രത്യേക യോഗം കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്തു. മൺസൂൺ തുടങ്ങുമ്പോഴേക്കും അടിയന്തരമായി താലൂക്ക് തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ വകുപ്പുകളെ ഉൾപ്പെടുത്തി യോഗം ചേർന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,990 രൂപ, പവന് 71,920 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി
അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ CITU കൊടകര പ്രോജക്ട് സമ്മേളനം നടന്നു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം. വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കലാഭവൻ മണിക്ക് ജന്മനാട്ടിൽ സ്മാരകമുയരുന്നു. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ് 316ന്റെ സപ്തദിന ക്യാമ്പ് കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ തുടങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.